ഇന്ന് നമ്മള് നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലോകത്തിന്റെ നെറുകയിൽ എന്ന ചാപ്റ്റർ ആണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1 ലോകത്തിന്റെ നെറുകയില്. അപ്പം ജസ്റ്റ് ഇതൊന്ന് ആദ്യം കുറച്ച് കാര്യങ്ങൾ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. ഇന്ത്യ എന്നത് ഒരു മിശ്ര ബഹുസ്വര സംസ്കാരത്തിന്റെ നാടാണ്. ഇന്ത്യ എന്നത് ഒരു മിശ്ര ബഹുസ്വര സംസ്കാരത്തിന്റെ നാടാണ്. ആദിമകാലം മുതൽക്കേ പല വിദൂര ദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് വന്നെത്തിയ പ്രാകൃത ജനവിഭാഗങ്ങളും പിൽക്കാലത്ത് പല ഘട്ടങ്ങളിലായി പല വഴികളിലൂടെ ഇന്നാട്ടിൽ വന്നെത്തുകയും സഹസ്രാബ്ദങ്ങളായി ഇവിടെ ജീവിക്കുകയും ചെയ്ത അനവധിയായ മനുഷ്യ സമൂഹങ്ങൾ വഴിയുമാണ് മറ്റൊരു രാജ്യത്തും കാണാൻ കഴിയാത്ത ഈ സാംസ്കാരിക വൈവിധ്യം ഇവിടെ രൂപപ്പെട്ടത്. ഭാഷ, വേഷഭൂഷാദികൾ, ആചാരങ്ങൾ, ആഘോഷങ്ങൾ, വിശ്വാസ പ്രമാണങ്ങൾ, കൃഷി എന്നിങ്ങനെ നിരവധി രംഗങ്ങളിൽ ഈ വൈവിധ്യം പ്രകടമാണ്. ഇന്ത്യയിലെ ഈ സാംസ്കാരിക വൈവിധ്യത്തിനു പിന്നിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭൂപ്രകൃതി വൈവിധ്യത്തിന് ഗണ്യമായ പങ്കുണ്ട്. വടക്ക് ഭാഗത്ത് വൻ കോട്ട പോലെ രാജ്യത്തിന്റെ അതിരായി നിലകൊള്ളുന്ന ഉത്തരപർവ്വത മേഖല, അതിന് തൊട്ടു തെക്കായി ഫലഭൂയിഷ്ഠവും വിശാലവുമായ സമതല പ്രദേശം, പടിഞ്ഞാറ് മരുപ്രദേശം, മധ്യഭാഗത്ത് അതിവിശാലമായ പീഠഭൂമി, കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളില് സുദീർഘമായ തീരദേശങ്ങള്, ദ്വീപസമൂഹങ്ങൾ, ഇവയൊക്കെ ചേർന്നതാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നു? അത് 5ആയിട്ടാണ് കേട്ടോ. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ താഴെ പറയും വിധം തരംതിരിക്കാം. എങ്ങനെയൊക്കെയാണ്? ഉത്തരപർവ്വത മേഖല, ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ഒന്നുകൂടെ പറയാം. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 5ആയിട്ട് തരംതിരിക്കുന്നു. എങ്ങനെയാ? ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ഓക്കെ. ലോകത്തിന്റെ മേൽക്കൂര, ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് കിഴക്കൻ അതിരായ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വതനിര അത് പാമീർ പീഠഭൂമിയാണ് കേട്ടോ. അപ്പൊ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് കിഴക്കൻ അതിരായ ഉത്തരപർവ്വത മേഖല. താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ പർവ്വത നിരകൾ എന്ന് പറയുന്നത്. ഏതാ? ഉത്തരപർവ്വത മേഖല. താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ പർവ്വത നിരകൾ. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്ക് പർവ്വതങ്ങളാണ്. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്ക് പർവ്വതങ്ങളാണിവ. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയ്ക്ക് 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുണ്ട്. അപ്പൊ എന്താണ്? എവിടെ മുതൽ എവിടം വരെയാണ്? പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ വ്യാപിച്ച് ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയ്ക്ക് 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുണ്ട്. അപ്പൊ എത്ര വീതിയാണ്? 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശമാണിത്. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ 3ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാ? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ഉത്തരപർവ്വത മേഖലയെ 3ആയിട്ട് തരംതിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ്? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ഇനി എന്താണ് മടക്ക് പർവ്വതങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താല് മടങ്ങി മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട്. വലനം അഥവാ ഫോൾഡിംഗ് എന്ന ഈ പ്രക്രിയയിലൂടെയാണ് മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. അപ്പൊ ഭൂവൽക്കത്തിലെ ശിലാപാളികൾ
സമ്മർദ്ദ ബലത്താൽ മടങ്ങി മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട്. വലനം എന്ന ഈ പ്രക്രിയയിലൂടെയാണ് മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. ഹിമാലയം, ആൽപ്സ് തുടങ്ങിയ പർവ്വതനിരകൾ ഇത്തരത്തിൽ രൂപപ്പെട്ടയാണ്. ഏതൊക്കെയാണ്? ഹിമാലയം, ആൽപ്സ് തുടങ്ങിയ പർവ്വതനിരകൾ ഇത്തരത്തിൽ രൂപപ്പെട്ടവയാണ്. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയോ? ഇനി സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങൾ പൊതുവെ പർവ്വതങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങളെ പൊതുവെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് പർവ്വതങ്ങൾ എന്നറിയപ്പെടുന്നു. പർവ്വതങ്ങൾ എന്നറിയപ്പെടുന്നു. നമ്മള് ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ എത്രയായിട്ട് തരംതിരിച്ചു? മൂന്നായിട്ട്. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ഇനി ഈ ട്രാൻസ് ഹിമാലയത്തിൽ വരുന്ന പർവ്വതനിരകൾ ഏതൊക്കെയാ? ട്രാൻസ് ഹിമാലയത്തിൽ അത് കാരക്കോറം, ലഡാക്ക്, സസ്കർ. കാരക്കോറം, ലഡാക്ക്, സസ്കർ വരുന്നുണ്ട്. ഇനി ഹിമാലയത്തിൽ ഏതൊക്കെയാണ്? ഹിമാലയത്തിൽ വരുന്ന പർവ്വതനിരകള് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഇനി കിഴക്കൻ കുന്നുകളിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകൾ ഏതൊക്കെയാണ്? കിഴക്കൻ കുന്നുകളില് അത് നാഗ കുന്നുകൾ, മീസോ കുന്നുകള്, പത്കായിഫം. നാഗ കുന്നുകള്, മീസോ കുന്നുകള്, പത്കായിഫം. ഇതില് ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നു. അപ്പൊ വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ശരാശരി 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവും ഉണ്ട്. എന്താണ് പറയുന്നത്? ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നുണ്ട്. ഏറ്റവും വടക്ക് കാണപ്പെടുന്ന പർവ്വതനിരയാണ് ട്രാൻസ് ഹിമാലയം. ഇത് ടിബറ്റൻ ഹിമാലയവും എന്നറിയപ്പെടുന്നു. ശരാശരി 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവുമുണ്ട്. കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. കാരക്കോറം നിര ഹിമാലയൻ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുകളുമായി ബന്ധിപ്പിക്കുന്നു. ഒന്നുകൂടെ പറയാം. വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നു. ശരാശരി 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവുമുണ്ട്. കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു. ഇനി ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വതനിരകൾ ആണ് ഏതൊക്കെ? ട്രാൻസ് ഹിമാലയത്തിന് തെക്കായിട്ട് കിഴക്കോട്ട് വ്യാപിച്ചിരിക്കുന്ന 3 സമാന്തര പർവ്വതനിരകൾ അതാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചല്, സിവാലിക്. ഇവ മൂന്നും ചേർന്നതാണ് ഹിമാലയം എന്ന് പറയുന്നത്. അപ്പം ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ഇവ മൂന്നും ചേർന്നതിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതും ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ ശിവാലിക് നിരയ്ക്ക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഹിമാലയ നിരകളില് ഏറ്റവും തെക്കായുള്ളതും ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായിട്ടുള്ള ശിവാലിക് നിരയ്ക്ക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഹിമാലയത്തിന്റെ ഏറ്റവും പുറമേ ഉള്ള ഭാഗമായതിനാൽ ഈ നിരയെ ഔട്ടർ ഹിമാലയം എന്ന് വിളിക്കുന്നു. അപ്പൊ ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന ഏതാണ്? ഏത് പർവ്വതനിരയാണ് ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നത്? അത് സിവാലിക് മലനിരയാണ് കേട്ടോ. സിവാലിക് മലനിരയ്ക്ക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വീതിയുണ്ട്. 60 മുതൽ 150 കിലോമീറ്റർ വീതിയുണ്ട്. ഹിമാലയത്തിന്റെ ഏറ്റവും പുറമേ ഉള്ള ഭാഗമായതിനാൽ ഇതിനെ ഔട്ടർ ഹിമാലയം എന്ന് വിളിക്കുന്നു. ഇനി അടുത്തതായിട്ട് സിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്നും 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാചൽ എന്ന് പറയുന്നത്. ശിവാലിക്കിന് വടക്കായിട്ട് സമുദ്രനിരപ്പിൽ നിന്നും 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിര ഏത് പേരിൽ അറിയപ്പെടുന്നു? അത് ഹിമാചൽ എന്നറിയപ്പെടുന്നു. ഹിമാചൽ. ലെസ്സർ ഹിമാലയം എന്നറിയപ്പെടുന്ന ഈ നിരയ്ക്ക് ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുണ്ട്. അപ്പൊ ശിവാലിക്കിന് വടക്കായിട്ട് സമുദ്രനിരപ്പിൽ നിന്ന് 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയെ ഹിമാചൽ എന്നറിയപ്പെടുന്നു. ലെസ്സർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഏതാണ്? ലെസ്സർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഹിമാചലാണ്. ഈ നിരയ്ക്ക് ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുണ്ട്.
60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഇനി ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്ന ഹിമാദ്രി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6100 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണ്. ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഹിമാദ്രി. അപ്പൊ ഹിമാദ്രി ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഹിമാദ്രി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6100 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണ്. ഏകദേശം 25 കിലോമീറ്റർ ആണ് ഇതിന്റെ വീതി എന്ന് പറയുന്നത്. ഹിമാദ്രിയുടെ വീതി എന്ന് പറയുന്നത് ഏകദേശം 25 കിലോമീറ്റർ ആണ് ഇതിന്റെ വീതി. മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളാണിവ. ലോകത്തിന്റെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് എവിടെയാണ്? ഹിമാദ്രിയിലാണ്. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ട് തരംതിരിക്കുന്നു. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നതാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്ന് പറയുന്നത്. ഹിമാലയത്തിൽ ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇനി കിഴക്കൻ കുന്നുകളില് നാഗ കുന്നുകള്, മീസോ കുന്നുകള്, പത്ഗായിഫം, ഇതൊക്കെ എവിടെയാണ്? കിഴക്കൻ കുന്നുകളിലാണ്. ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ട്രാൻസ് ഹിമാലയാണ് കേട്ടോ. ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയം ഏറ്റവും വടക്ക് ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നു. അപ്പൊ ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്ന ഏതാണ്? അത് ട്രാൻസ് ഹിമാലയമാണ്. ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നു. ഏകദേശം 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന്, എത്ര മീറ്റർ ഉയരമാണ്? 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവും ഉണ്ട്. കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ പാമീർ കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നു. കാരക്കോറം നിര എന്താണ്? ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. ഇനി ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വത നിരകൾ ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയത്തിന് തെക്കായിട്ട് കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വതങ്ങളുണ്ട്. അതാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്ന് പറയുന്നത്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്ന് പറയുന്നത്. ഇവ മൂന്നും ചേർന്നതാണ് ഹിമാലയം എന്ന് പറയുന്നത്. ഈ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ഇവ മൂന്നും ചേരുന്നത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഹിമാലയം എന്നറിയപ്പെടുന്നു. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് അത് 3 പർവ്വതനിരകളും ചേർന്നിട്ട് ഹിമാലയം എന്നറിയപ്പെടുന്നു. ഇനി ഹിമാലയ നിരകളില് ഏറ്റവും തെക്കായുള്ളതും ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ സിവാലിക് നിരക്ക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. നമ്മള് സിവാലിക്കിനെ കുറിച്ചാണ് നോക്കുന്നത്. ഹിമാലയ നിരകളില് ഏറ്റവും തെക്കായതും ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ സിവാലിക് നിരക്ക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഹിമാലയത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമായതിനാൽ ഈ നിരയെ ഔട്ടർ ഹിമാലയം എന്ന് വിളിക്കുന്നു. സിവാലിക്കിനെ ഔട്ടർ ഹിമാലയം എന്ന് വിളിക്കുന്നു. ഇനി സിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്ന് 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാചൽ എന്ന് പറയുന്നത്. സിവാലിക്കിന് വടക്കായിട്ട് സമുദ്രനിരപ്പിൽ നിന്ന് 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാചൽ എന്ന് പറയുന്നത്. ലെസ്സർ ഹിമാലയം എന്ന് അറിയപ്പെടുന്ന ഈ നിരയ്ക്ക് ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുണ്ട്. 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഇനി ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്ന ഹിമാദ്രി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6100 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണ്. ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്ന ഹിമാദ്രി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6100 കിലോമീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണ്. ഏകദേശം 25 കിലോമീറ്റർ ആണ് ഇതിന്റെ വീതി എന്ന് പറയുന്നത്. ഏകദേശം 25 കിലോമീറ്റർ ആണ് ഇതിന്റെ വീതി എന്ന് പറയുന്നത്. മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളാണിവ. ലോകത്തിന്റെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് എവിടെയാണ്? ഹിമാദ്രിയിലാണ് കേട്ടോ. ഹിമാദ്രിയില്. ഇനി അടുത്തായിട്ട് ശിലാമണ്ഡല ഫലകങ്ങളാണ് നോക്കാൻ പോകുന്ന. ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഭൂവൽക്കവും മാന്റിലിന്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. അപ്പൊ ഭൂവൽക്കവും മാന്റിലിന്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം. ശിലാമണ്ഡലം ചെറുതും വലുതുമായ കഷ്ണങ്ങളായാണ് നിലകൊള്ളുന്നത്. അപ്പം ശിലാമണ്ഡലം ചെറുതും വലുതുമായ കഷ്ണങ്ങളായാണ് നിലകൊള്ളുന്നത്.
അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനവുമുള്ള ഈ ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഭൂവൽക്കവും മാന്റിന്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ഭൂവൽക്കവും മാന്റിന്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം. ശിലാമണ്ഡലം ചെറുതും വലുതുമായ കഷ്ണങ്ങളായാണ് നിലകൊള്ളുന്നത്. അപ്പൊ അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനവുമുള്ള ഈ ശിലാമണ്ഡല ഭാഗങ്ങളെ ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കുന്നു. ഇവ വൻകര ഭാഗം ഉൾക്കൊള്ളുന്നതോ കടൽത്തറ ഭാഗം ഉൾക്കൊള്ളുന്നതോ വൻകരയും കടൽത്തറയും ഉൾക്കൊള്ളുന്നതോ ആകാം. ഇവ എന്താണ്? വൻകര ഭാഗം ഉൾക്കൊള്ളുന്നതോ കടൽത്തറ ഭാഗം ഉൾക്കൊള്ളുന്നതോ വൻകരയും കടൽത്തറയും ഉൾക്കൊള്ളുന്നതോ ആകാം. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഹിമാലയത്തിന്റെ പിറവിയാണ്. ലോകത്തിന്റെ ഉയരമേറിയ പർവ്വതനിരകളിലൊന്നായ ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ ഉയരമേറിയ പർവ്വതനിരകളിലൊന്നായ ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കാരണം എന്താണ്? ഭൗമ ശിലാപാളികളുടെ ചലനം ആണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. എന്താണ്? ഭൗമ ശിലാപാളികളുടെ ചലനമാണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രാവക അവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ടെക്ടോണിക് ഫലകങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പർവ്വതനിരയായ ഹിമാലയം എന്താണ്? ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം എന്താണ്? ഭൗമ ശിലാപാളികളുടെ ചലനമാണ്. ഭൗമ ശിലാപാളികളുടെ ചലനമാണ് ഇതിന് കാരണം. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ എന്നറിയപ്പെടുന്നത്. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധ ദ്രാവക അവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താല് ശിലകൾ ഉരുകി അർദ്ധ ദ്രാവക അവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. ഈ അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ടെക്ടോണിക് ഫലകങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഫലക ചലനം മൂലം ഫലക അതിരുകളില് പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമാണ്. 3 തരം ഫലക അതിരുകളാണുള്ളത്. ഏതൊക്കെയാണ്? സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. ഈ ഫലക ചലനം മൂലം ഫലക അതിരുകളില് പർവ്വത രൂപീകരണം പോലെയുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമാണ്. 3 തരം ഫലക അതിരുകളാണുള്ളത്. സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. ഈ സംയോജക സീമ എന്ന് പറയുന്നത് ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളാണ് സംയോജക സീമ എന്ന് പറയുന്നത്. സംയോജക സീമ ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളാണ്. ഇനി വിയോജക സീമ എന്തായിരിക്കും? ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകളായിരിക്കും. വിയോജക സീമ എന്ന് പറയുന്നത് എന്താണ്? ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകളാണ്. ഇനി ഛേദക സീമ എന്താണ്? ഛേദക സീമ ഫലകങ്ങള് തിരശ്ചീനമായി ഉരസി മാറുന്ന അതിരുകളായിരിക്കും. ഫലകങ്ങള് തിരശ്ചീനമായി ഉരസി മാറുന്ന അതിരുകളാണ് ഛേദക സീമകൾ. ഇനി സംയോജക സീമ ഏതാണ്? ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകൾ. സംയോജക സീമകളില് ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായിട്ട് ശിലാപാളികൾ വലനം സംഭവിക്കാറുണ്ട്. ഇതുമൂലം രൂപപ്പെടുന്ന പർവ്വത നിരകളാണ് മടക്ക് പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. സംയോജക സീമകളില് ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിക്കാറുണ്ട്. ഇതുമൂലം രൂപപ്പെടുന്ന പർവ്വത നിരകളാണ് മടക്ക് പർവ്വതങ്ങൾ. അപ്പൊ മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത് സംയോജക സീമകളില് ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിക്കുന്നു. ഇതുമൂലം രൂപപ്പെടുന്ന പർവ്വത നിരകളാണ് മടക്കു പർവ്വതങ്ങൾ എന്നറിയപ്പെടുന്നത്. ഏകദേശം 150 മുതൽ 160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീയ ഇന്ത്യയും ആസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം ദക്ഷിണാർദ്ധ ഗോളത്തിലായിരുന്നു. പിന്നീട് ഇത് വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ ഫലകത്തിനടുത്ത് വന്നപ്പോൾ ഈ 2 ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിരുന്ന തെഥിസ് സമുദ്രത്തിന്റെ അടുത്തിട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപപ്പെട്ടത്. അപ്പൊ എങ്ങനെയാണ്? ഏകദേശം 150 മുതൽ 160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീയ ഇന്ത്യയും ആസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം എന്താണ്? ദക്ഷിണാർദ്ധ ഗോളത്തിലായിരുന്നു അല്ലെ? ഉപദ്വീപീയ ഇന്ത്യയും ആസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകങ്ങളുടെ സ്ഥാനം
ദക്ഷിണാർദ്ധ ഗോളത്തിലാണ്. പിന്നീട് അത് വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ ഫലകത്തിനടുത്ത് വന്നപ്പോൾ ഈ രണ്ട് ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിരുന്ന തെഥിസ് സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപപ്പെട്ടത്. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഹിമാലയവും പ്രാദേശിക വിഭാഗങ്ങളുമാണ്. അതിനു മുമ്പ് ഗിരികന്ധരങ്ങൾ എന്താണെന്ന് നോക്കാം. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയ താഴ്വരങ്ങളാണ് ഗിരികന്ധരങ്ങൾ എന്നറിയപ്പെടുന്നത്. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗിരികന്ധരങ്ങൾ എന്നറിയപ്പെടുന്നു. സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികള് അപരദനത്തിലൂടെ ഹിമാലയ പർവ്വതനിരക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഏതൊക്കെ നദികളാണ് ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നത്? സിന്ധു, ഗംഗ, സത്ലജ് ആണ് കേട്ടോ. സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികള് അപരദനത്തിലൂടെ ഹിമാലയ പർവ്വതനിരക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പൊ ഈ മൂന്ന് നദികൾ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദി ഏതാണെന്ന് ചിലപ്പോ ചോദിക്കും. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നൊക്കെ എടുത്ത് ചോദിക്കും. അപ്പൊ സിന്ധു, ഗംഗ, സത്ലജ് ആണ്. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളെ ഗിരികന്ധരങ്ങൾ എന്ന് വിളിക്കുന്നു. സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികൾ അപരദനത്തിലൂടെ ഹിമാലയ പർവ്വതനിരക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇനി ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ പർവ്വതനിരക്ക് കുറുകെ ആഴമേറിയ താഴ്വരകൾ അതായത് ഗിരികന്ധരങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഒഴുകുന്നു. പർവ്വതനിരക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായി വേർതിരിക്കുന്നത്. അപ്പം ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികള് പർവ്വതനിരക്ക് കുറുകെ ആഴമേറിയ താഴ്വരകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. പർവ്വതനിരക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തി ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായിട്ട് വേർതിരിക്കുന്നു. അവ ഏതൊക്കെയാണ്? ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് പടിഞ്ഞാറൻ ഹിമാലയം, രണ്ടാമതായിട്ട് പറയുന്നത് മധ്യ ഹിമാലയം, മൂന്നാമതായിട്ട് പറയുന്നത് കിഴക്കൻ ഹിമാലയം. അപ്പൊ പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തി ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായിട്ട് വേർതിരിക്കുന്നു. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഹിമാലയ മേഖലയും അവ വേർതിരിക്കുന്ന നദികളുമാണ്. ഒന്നാമതായിട്ട് പറയുന്നത് പടിഞ്ഞാറൻ ഹിമാലയം. വേർതിരിക്കുന്ന നദി ഏതൊക്കെയാണ്? അത് സിന്ധു, കാളിയാണ് കേട്ടോ. സിന്ധുവും കാളിയുമാണ് ഹിമാലയ മേഖലയായിട്ടുള്ള പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദിയാണ് സിന്ധു, കാളി. ഇനി മധ്യ ഹിമാലയം, കാളി, ടീസ്റ്റ. മധ്യ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികളാണ് കാളി, ടീസ്റ്റ. കിഴക്കൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികളാണ് ടീസ്റ്റ, ബ്രഹ്മപുത്ര. ഒന്നുകൂടെ പറയാം. പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദിയാണ് സിന്ധുവും കാളിയും. മധ്യ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദിയാണ് കാളി, ടീസ്റ്റ. കിഴക്കൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദിയാണ് ടീസ്റ്റ, ബ്രഹ്മപുത്ര. ജമ്മു കാശ്മീരിന്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതല് ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളി നദി താഴ്വര വരെ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കുന്നു. അപ്പം ഈ പടിഞ്ഞാറൻ ഹിമാലയത്തെ വീണ്ടും വേർതിരിക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിന്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതല് ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളി നദി. ഈ കാളി നദി എന്ന് പറയുന്നത് ഘാഗ്ര നദിയുടെ പോഷക നദിയാണ്. കാളി നദി എന്ന് പറയുന്നത് ഘാഗ്ര നദിയുടെ പോഷക നദിയാണ്. അപ്പൊ ജമ്മു കാശ്മീരിന്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതല് ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളി നദി താഴ്വര വരെ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കുന്നു. ഏതൊക്കെയാ? കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് കാശ്മീർ ഹിമാലയമാണ്. ജമ്മു കാശ്മീര് ലഡാക്ക് പ്രദേശത്ത് ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുണ്ട്. അപ്പം കാശ്മീർ ഹിമാലയത്തെ പറ്റിയാണ് പറയുന്നത്. കാശ്മീർ ഹിമാലയം എവിടെ മുതല്? ജമ്മു കാശ്മീര് ലഡാക്ക് പ്രദേശത്ത് ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുണ്ട്.
ഇവിടെ എന്താണ്? മഞ്ഞു മൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും നിറഞ്ഞ കാശ്മീർ ഹിമാലയത്തിന്റെ പ്രധാന പർവ്വത നിരകളാണ് കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർപാഞ്ചല്. കാശ്മീർ ഹിമാലയത്തിൽ കാണപ്പെടുന്ന പ്രധാന പർവ്വത നിരകൾ ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർപാഞ്ചല്. ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു കാരക്കോറം നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് കേറ്റു എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാരക്കോറം നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൗണ്ട് കേറ്റുവിന്റെ മറ്റൊരു പേരാണ് ഗോഡ്വിൻ ആസ്റ്റിൻ എന്നറിയപ്പെടുന്നത്. ഗോഡ്വിൻ ആസ്റ്റിൻ 8611 മീറ്റർ ആണ് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് കേട്ടോ. കാശ്മീർ ഹിമാലയത്തെ കുറിച്ച് ജമ്മു കാശ്മീര് ലഡാക്ക് പ്രദേശത്ത് ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുണ്ട്. മഞ്ഞു മൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും നിറഞ്ഞ കാശ്മീർ ഹിമാലയത്തിന്റെ പ്രധാന പർവ്വത നിരകൾ ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർപാഞ്ചല്. ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടി ആയിട്ടുള്ള മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ കാരക്കോറം നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാരക്കോറത്തിന്റെ ഉയരം എന്ന് പറയുന്നത് 8611 മീറ്റർ ആണ്. സിയാച്ചിന്, വോൾട്ടോറോ തുടങ്ങിയവ ഈ പ്രദേശത്തെ പ്രധാന ഹിമാനികളാണ്. ഇപ്പൊ സിന്ധു നദിയിലും അതിന്റെ പോഷക നദികളായിട്ടുള്ള രവി, ചലം, ചിനാബ് തുടങ്ങിയവയും വർഷം മുഴുവൻ സമൃദ്ധമായ നീരൊഴുക്ക് സാധ്യമാക്കുന്നത് ഈ ഹിമാനിയിലാണ്. പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്നത് പർവ്വതങ്ങളിലെ ചുരങ്ങളാണ്. അപ്പൊ പർവ്വതങ്ങളുടെ ഇരുവശങ്ങളിലും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്നത് പർവ്വതങ്ങളിലെ ചുരങ്ങളാണ്. പർവ്വത നിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക ഇടങ്ങളെ ഏത് പേരിൽ അറിയപ്പെടുന്നു? പർവ്വത നിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക ഇടങ്ങളാണ് ചുരങ്ങൾ എന്ന് പറയുന്നത്. പീർപാഞ്ചൽ പർവ്വത നിരയ്ക്ക് കുറുകെയുള്ള ബനിഹാൾ ചുരമാണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത്. അപ്പൊ പീർപാഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബനിഹാൾ ചുരമാണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത്. അപ്പൊ ബനിഹാൾ ചുരം എവിടെ മുതൽ എവിടം വരെയാണ്? ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? അത് സിയാച്ചിൻ ഹിമാനിയാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ ഹിമാനിയാണ്. ഇനി ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണ് ദാല്. ശുദ്ധജല തടാകങ്ങൾക്ക് ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണ് ദാൽ. ഈ തടാകത്തിലെ കരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ദാലിന്റെ നദിക്കരയിലാണ്. ഇനി കാശ്മീരിലെ ഒരു പ്രധാന വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം കൂടിയാണിത് കേട്ടോ. ദാൽ തടാകത്തിലെ ഷിക്കാര തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും കാശ്മീർ ടൂറിസത്തെ മുഖമുദ്രകളാണ്. ഇപ്പൊ ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണ് ദാല്. ഈ തടാകത്തിന്റെ കരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. കാശ്മീരിലെ ഒരു പ്രധാന വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം കൂടിയാണിത്. ദാൽ തടാകത്തിലെ ഷിക്കാര തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും കാശ്മീർ ടൂറിസത്തെ മുഖമുദ്രകളാണ്. ഇനി പർവ്വത ചെരുവുകളില് വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പർവ്വത ചെരുവുകളില് വേനൽക്കാലത്ത് രൂപപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ എന്നറിയപ്പെടുന്നത് കേട്ടോ. പർവ്വത ചെരുവുകളില് വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ. ശൈത്യകാലങ്ങളില് മഞ്ഞ് മൂടപ്പെടുന്ന മർഗുകള് സ്കീയിങ് പോലെയുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്കായി ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നു. സോൺമർഗ്, ഗുൽമർഗ് എന്നിവ ഇവയിൽ പ്രധാനപ്പെട്ടതാണ്. മർഗുകൾക്ക് ഉദാഹരണമാണ് സോൺമർഗ്, ഗുൽമർഗ്. അപ്പം പർവ്വത ചെരുവുകളില് വേനൽക്കാലത്ത് രൂപപ്പെടുന്ന പുൽമേടുകളെ മർഗുകൾ എന്നറിയപ്പെടുന്നു. വേനൽക്കാലത്ത് നല്ല പുൽമേടൊക്കെ ആയിരിക്കും, പിന്നെ മഞ്ഞുകാലം ആകുമ്പോൾ മൊത്തം മഞ്ഞായിരിക്കും. പർവ്വത ചെരുവുകളിൽ വേനൽക്കാലത്ത് രൂപപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ. ശൈത്യകാലങ്ങളിൽ മഞ്ഞ് മൂടപ്പെടുന്ന മർഗുകള് സ്കീയിങ് പോലെയുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്കായിട്ട് ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നു. സോൺമർഗ്, ഗുൽമർഗ് എന്നിവ മർഗുകൾക്ക് ഉദാഹരണമാണ്. ഇത്രയാണ് കാശ്മീർ ഹിമാലയം. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഹിമാചൽ ഹിമാലയമാണ് കേട്ടോ. ഹിമാചൽ ഹിമാലയം പ്രധാനമായിട്ടും ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗമാണ് ഹിമാചൽ ഹിമാലയം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗമാണ്
ഹിമാചൽ, ഹിമാലയം. ഈ പർവ്വത പ്രദേശത്തെ പ്രധാന നദികളാണ് ചിനാബ്, രവി, ബിയാസ്. ഏതൊക്കെയാണ്? ചിനാബ്, രവി, ബിയാസ്. അപ്പൊ പ്രധാനമായിട്ടും ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗമാണ് ഹിമാചൽ, ഹിമാലയം. ഈ പർവ്വത പ്രദേശത്തെ പ്രധാന നദികളാണ് ചിനാബ്, രവി, ബിയാസ്. ഈ പ്രദേശത്തെ, അതായത് ഹിമാചൽ, ഹിമാലയം, ഈ പ്രദേശത്തെ പർവ്വത നിരകളാണ് ധൗലാധാർ, പീർ പാഞ്ചൽ എന്നിവ. അപ്പം ധൗലാധാർ, പീർ പാഞ്ചൽ എന്നിവ എവിടുത്തെ പർവ്വത നിരകളാണ്? അത് ഹിമാചൽ, ഹിമാലയത്തിലാണ് കേട്ടോ. ഈ പ്രദേശത്തെ പർവ്വത നിരകളാണ് ധൗലാധാർ, പീർ പാഞ്ചൽ എന്നിവ. പർവ്വത ഭാഗങ്ങളിൽ അനേകം ശുദ്ധജല തടാകങ്ങൾ കാണാം. ചന്ദ്രതാൽ, സൂരജ് താൽ എന്നിവ ഇവയിൽ ചിലതാണ്. അപ്പൊ ചന്ദ്രതാല്, സൂരജ് താല്. പ്രധാന തടാകങ്ങൾ ഏതൊക്കെയാണ്? ശുദ്ധജല തടാകങ്ങള്. ചന്ദ്രതാല്, സൂരജ് താല് എന്നിവ ഹിമാചൽ, ഹിമാലയത്തിലെ ശുദ്ധജല തടാകങ്ങളാണ്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ബാരാലച്ചാല ചുരവും കുളു താഴ്വരയെ ലാഹുൾ, സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന റോഹ്താങ് ചുരവുമാണ് ഹിമാചൽ, ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങള്. ഒന്നുകൂടെ പറയാം. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബാരാലച്ചാല ചുരം. കുളു താഴ്വരയെ ലാഹുൾ, സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന ചുരം ചോദിച്ചാല് അത് റോഹ്താങ് ചുരമാണ്. ഈ രണ്ട് ചുരങ്ങളും കാണപ്പെടുന്നത് ഹിമാചൽ, ഹിമാലയത്തിലാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് കുളു, കാംഗ്ര, ലാഹുൾ തുടങ്ങിയ മനോഹരമായ താഴ്വരകളും സുഖവാസ കേന്ദ്രങ്ങളും ഷിംല, മണാലി എന്നിവയും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടങ്ങളാണ്. ഇവിടെ കാണപ്പെടുന്നത് ഏതൊക്കെയാണ് സുഖവാസ കേന്ദ്രങ്ങള്? കുളു, കാംഗ്ര, ലാഹുൾ തുടങ്ങിയ മനോഹരമായ താഴ്വരകൾ. 3 താഴ്വരകൾ ഏതൊക്കെയാണ്? കുളു, കാംഗ്ര, ലാഹുൾ തുടങ്ങിയ മനോഹരങ്ങളായ താഴ്വരകളും സുഖവാസ കേന്ദ്രങ്ങളായിട്ടുള്ള ഷിംല, മണാലി എന്നിവയും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടങ്ങളാണ്. ശൈത്യവും മഞ്ഞു വീഴ്ചയും അനുഭവപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായിട്ട് ചൂട് നീരുറവകൾ കാണപ്പെടാറുണ്ട്. ഇപ്പോഴ് ഹിമാചൽ, ഹിമാലയം പ്രധാനമായിട്ട് ഏത് സംസ്ഥാനത്താ? പ്രധാനമായിട്ടും ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗമാണ് ഹിമാചൽ, ഹിമാലയം എന്ന് പറയുന്നത്. ഈ പ്രദേശത്തെ പ്രധാന നദികൾ ഏതൊക്കെയാണ്? ഹിമാചൽ, ഹിമാലയത്തിലെ പ്രധാന നദികൾ ഏതൊക്കെയാണ്? ചിനാബ്, രവി, ബിയാസ്. ചിനാബ്, രവി, ബിയാസ്. ഈ ഹിമാചൽ, ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകളാണ് ധൗലാധാർ, പീർ പാഞ്ചൽ എന്നിവ. പ്രധാന പർവ്വത നിരകള് ധൗലാധാർ, പീർ പാഞ്ചൽ. ഇനി ഇവിടുത്തെ ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാണ്? ഹിമാചൽ, ഹിമാലയത്തിലെ ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാണ്? അത് ചന്ദ്രതാല്, സൂരജ് താല്. ചന്ദ്രതാല്, സൂരജ് താല് എന്നിവ പ്രധാന ശുദ്ധജല തടാകങ്ങളാണ്. ഇനി 2 ചുരങ്ങളുണ്ട്. ഏതൊക്കെ ചുരങ്ങളാ? ബാരാലാച്ചാല ചുരം. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ബാരാലാച്ചാല ചുരവും കുളു താഴ്വരയെ ലാഹുൾ, സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന റോഹ്താങ് ചുരവും ഹിമാചൽ, ഹിമാലയത്തിലാണ്. ഇനി പ്രധാനപ്പെട്ട 3 താഴ്വരകളുണ്ട്. ഏതൊക്കെയാണ്? കുളു, കാംഗ്ര, ലാഹുൾ. കുളു, കാംഗ്ര, ലാഹുൾ എന്നിവ ഇവിടുത്തെ മനോഹരമായ താഴ്വരകളും 2 സുഖവാസ കേന്ദ്രങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഷിംല, മണാലി. ഷിംലയും മണാലിയും ഇവിടുത്തെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങളുമാണ്. ഇനി എന്താണ്? ഇവിടെയാണ് ചൂട് നീരുറവകൾ കാണപ്പെടുന്നത്. എവിടെയാ? ഹിമാചൽ, ഹിമാലയത്തിലാണ് ചൂട് നീരുറവകൾ കാണപ്പെടുന്നത്. ശൈത്യവും മഞ്ഞു വീഴ്ചയും അനുഭവപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ എന്താണ്? പലയിടങ്ങളിലായിട്ട് ചൂട് നീരുറവകൾ കാണപ്പെടുന്നു. ഈ ചൂട് നീരുറവകൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലത്തിന്റെ ഭാഗമാകുന്നു. പർവ്വത രൂപീകരണം പോലെയുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങളില് ഭൗമോപരിതലത്തിനിടയിലെ ശിലാപാളികൾ ചൂടുപിടിക്കുകയും ഈ ശിലകള് ഭൂഗർഭജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചൂടുപിടിച്ച ഭൂഗർഭജലം ഭൗമോപരിതലത്തിൽ ഉറവകളായെത്തുന്നതാണ് ചൂട് നീരുറവകൾ. മഴവെള്ളം ഭൂമിക്ക് അടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലത്തിന്റെ ഭാഗമാകുന്നു. മഴവെള്ളം എന്ത് ചെയ്യുന്നു? ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലത്തിന്റെ ഭാഗമാകുന്നു. പർവ്വത രൂപീകരണം പോലെയുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായിട്ടുള്ള ഇടങ്ങളില് ഭൗമോപരിതലത്തിനടിയിലെ ശിലാപാളികളിൽ ചൂട് പിടിക്കുകയും ഈ ശിലകൾ എന്താണ്? ഭൂഗർഭജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചൂട് പിടിച്ച ഭൂഗർഭജലം ഭൗമോപരിതലത്തിൽ ഉറവകളായെത്തുന്നതാണ്
ചൂട് നീരുറവകൾ എന്നറിയപ്പെടുന്നത്. ഹിമാലയ പർവ്വത ഭാഗങ്ങളില് ധാരാളം ചൂട് നീരുറവകൾ കാണാം. ഉദാഹരണം നുബ്ര താഴ്വര, മണികരണ്, ഖീർ ഗംഗ. ചൂട് നീരുറവകളിൽ നിന്നുള്ള ഭൗമ താപോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഹിമാചൽ പ്രദേശിലെ മണികരൺ ചൂട് നീരുറവയിൽ നിന്നും ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒന്നുകൂടെ പറയാം. ഹിമാലയ പർവ്വത ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ചൂട് നീരുറവകൾ ഏതൊക്കെയാണ്? നുബ്ര താഴ്വര, മണികരണ്, ഖീർ ഗംഗ. ഹിമാചൽ പ്രദേശിലെ പ്രധാന ചൂട് നീരുറവയ്ക്ക് ഉദാഹരണമാണ് മണികരൺ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയമാണ്. സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. അപ്പം സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇതിന്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമവൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. എന്നൂടെ പറയാം. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമവൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. കുമവൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. നന്ദാദേവി, കാമെറ്റ്, ബദരിനാഥ്, കേദർനാഥ് തുടങ്ങിയ ഉയരമേറിയ കൊടുമുടികൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഏതൊക്കെയാണ്? നന്ദാദേവി, കാമെറ്റ്, ബദരിനാഥ്, കേദർനാഥ് തുടങ്ങിയ ഉയരമേറിയ കൊടുമുടികള് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇപ്പൊ സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുന്നത്. ഇതിന്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമവൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. നന്ദാദേവി, കാമെറ്റ്, ബദരിനാഥ്, കേദർനാഥ് തുടങ്ങി ഉയരമേറിയ കൊടുമുടികള് ഉത്തരാഖണ്ഡ് ഹിമാലയത്തില് സ്ഥിതി ചെയ്യുന്നു. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനമായ ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ ഹിമാനികളും നൈനിറ്റാൾ, ഭീംതാൾ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഈ മേഖലയിലുണ്ട്. അപ്പം ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനമാണ്. ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? അത് ഗംഗോത്രിയാണ്. ഇനി യമുനയുടെ ഉത്ഭവസ്ഥാനമാണ് യമുനോത്രി. അപ്പൊ ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനമായിട്ടുള്ള ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ ഹിമാനികളും നൈനിതാൽ, ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഈ മേഖലയിലുണ്ട് കേട്ടോ. നൈനിതാൽ, ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ കാണപ്പെടുന്നു. ഇനി ലെസ്സർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ഡൂണുകൾ. അപ്പം ലെസ്സർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ഡൂണുകൾ. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഡെറാഡൂൺ ഇതിൽ പ്രസിദ്ധമാണ്. അപ്പൊ ഈ ഡെറാഡൂണ് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് കാണപ്പെടുന്നത് കേട്ടോ. അപ്പൊ ലെസ്സർ ഹിമാലയത്തിലും സിവാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ഡൂണുകൾ. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഡെറാഡൂൺ ഇതിൽ പ്രസിദ്ധമാണ്. ഇവിടങ്ങളിലെ ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളെ ഏത് പേരിൽ അറിയപ്പെടുന്നു? അതാണ് ബുഗ്യാൽ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളെ ബുഗ്യാൽ എന്നറിയപ്പെടുന്നു. ശൈത്യകാലത്ത് മഞ്ഞിനടിയിലാകുന്ന ബുഗ്യാൽ പലയിടങ്ങളിലും വിനോദസഞ്ചാരത്തിനായി പ്രയോജനപ്പെടുന്നു. ശൈത്യകാലത്ത് മഞ്ഞിനടിയിലാകുന്ന ബുഗ്യാലുകള് പലയിടങ്ങളിലും വിനോദസഞ്ചാരത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുന്നു. ഉദാഹരണം ബുഗ്യാലിന് രണ്ട് ഉദാഹരണം പറയുന്നുണ്ട്. ദയാര ബുഗ്യാലും ഗോർസോൺ ബുഗ്യാലും. ഏതൊക്കെയാണ്? ദയാര ബുഗ്യാല്, ഗോർസോൺ ബുഗ്യാല്. ഇനി ഹിമാലയത്തില് ഏകദേശം 3000 മുതൽ 4500 മീറ്റർ ഉയരത്തില് കാണപ്പെടുന്ന പുൽമേടുകളെ ഗഡ്വാൾ മേഖലയില് ബുഗ്യാൽ എന്നറിയപ്പെടുന്നു. ഹിമാലയത്തിലെ ഏകദേശം 3000 മുതൽ 4500 മീറ്റർ ഉയരത്തിനിടയിൽ കാണപ്പെടുന്ന പുൽമേടുകൾ ഗഡ്വാൾ മേഖലയില് ബുഗ്യാൽ എന്നറിയപ്പെടുന്നു. ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടുന്ന ബുഗ്യാലുകൾ മഞ്ഞുരുകുന്നതോടെ പച്ച പുതച്ച് പുൽമേടുകളായിട്ട് മാറുന്നു. ഈ അവസരങ്ങളില് താഴ്വരകളിൽ നിന്നും ആട്ടിടയന്മാർ വളർത്തു മൃഗങ്ങളുമായി ബുഗ്യാലുകളിൽ എത്തുന്നു. താഴ്വരകൾ വരണ്ടുണങ്ങുന്ന വേനൽക്കാലത്ത് സമൃദ്ധമായിട്ടുള്ള പച്ചപ്പുള്ള ബുഗ്യാലുകളിൽ അവർ താൽക്കാലിക പാർപ്പിടങ്ങൾ ഒരുക്കി വളർത്തു മൃഗങ്ങളോടൊപ്പം വസിക്കുന്നു. മഞ്ഞുകാല ആരംഭത്തോടെ മലയിറങ്ങി അടുത്ത സീസൺ വരെ താഴ്വരങ്ങളിൽ വസിക്കുന്നു. വളർത്തു മൃഗങ്ങളോടൊപ്പം
താഴ്വരകളിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുമുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനത്തെ ട്രാൻസ് ഹ്യൂമൻ എന്ന് വിളിക്കുന്നു. എന്താണ് ശൈത്യകാലത്ത് മഞ്ഞ് മൂടുന്ന ബുഗ്യാലുകള് മഞ്ഞുരുകുന്നതോടെ പച്ച പുതച്ച് പുൽമേടുകളായിട്ട് മാറും. ഈ അവസരങ്ങളിൽ എന്താണ് താഴ്വരകളിൽ നിന്നും ആട്ടിടയന്മാര് വളർത്തു മൃഗങ്ങളുമായി ബുഗ്യാലുകൾ എത്തുന്നു. താഴ്വരകൾ വരണ്ടുണങ്ങുന്ന വേനൽക്കാലത്ത് സമൃദ്ധമായ പച്ചപ്പുള്ള ബുഗ്യാലുകളില് ഇവര് താൽക്കാലിക പാർപ്പിടങ്ങൾ ഒരുക്കി വളർത്തു മൃഗങ്ങളോടൊപ്പം വസിക്കുന്നു. മഞ്ഞുകാല ആരംഭത്തോടെ മലയിറങ്ങി അടുത്ത സീസൺ വരെ താഴ്വരകളിൽ വസിക്കുന്നു. വളർത്തു മൃഗങ്ങളോടൊപ്പമുള്ള താഴ്വരയിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുമുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനത്തെ ട്രാൻസ് ഹ്യൂമൻ എന്ന് വിളിക്കുന്നു. അടുത്തതായിട്ട് പറയുന്നത് മധ്യ ഹിമാലയമാണ് കേട്ടോ. മധ്യ ഹിമാലയം കാളി നദി മുതല് ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം. കാളി നദി മുതല് ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം. നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്നത് ഏതാണ്? മധ്യ ഹിമാലയമാണ് കേട്ടോ. കാളി മുതല് ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം. നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ മേഖലയുടെ ഭൂരിഭാഗവും നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. മധ്യ ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത്. മധ്യ ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നേപ്പാളിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആയിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ്. കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും ഈ പ്രദേശത്താണ്. അപ്പൊ മധ്യ ഹിമാലയത്തിന്റെ പ്രത്യേകതയാണ് കാളി നദി മുതല് ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം. നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഏതാണ്? നേപ്പാൾ ഹിമാലയം എന്ന് അറിയപ്പെടുന്ന ഈ മേഖലയുടെ ഭൂരിഭാഗവും നേപ്പാളിലാണ്. മധ്യ ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ സിക്കിം, ഡാർജിലിംഗ് പ്രദേശം മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്നു. കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും ഈ പ്രദേശത്താണ്. ഏതാണ്? മധ്യ ഹിമാലയത്തില് സ്ഥിതി ചെയ്യുന്നു. അടുത്തായിട്ട് പറയുന്നത് കിഴക്കൻ ഹിമാലയമാണ്. കിഴക്കൻ ഹിമാലയം പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായിട്ടുള്ള കിഴക്കൻ ഹിമാലയം ടീസ്റ്റ നദി മുതല് കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നു. പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായ കിഴക്കൻ ഹിമാലയം ടീസ്റ്റ നദി മുതല് കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നു. അസം ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ മേഖലയിലെ പ്രധാന കൊടുമുടിയാണ് നംചപർവ. 7756 മീറ്റർ ആണ് ഉയരം. പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായ കിഴക്കൻ ഹിമാലയം ടീസ്റ്റ നദി മുതല് കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നു. അസം ഹിമാലയം എന്നറിയപ്പെടുന്ന ഈ മേഖലയിലെ പ്രധാന കൊടുമുടിയാണ് നംചപർവ. 7756 മീറ്റർ ആണ് ഉയരം. കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന കൊടുമുടിയാണ് നംചപർവ. ബ്രഹ്മപുത്ര, കാമൻ, ലോഹിത്, സുബൻസിരി എന്നിവയാണ് പ്രധാന നദികൾ. ഏതൊക്കെയാണ്? കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന നദികളാണ് ബ്രഹ്മപുത്ര, കാമൻ, ലോഹിത്, സുബൻസിരി. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോംഡില, മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു തുടങ്ങിയവ പ്രധാന ചുരങ്ങളാണ്. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോംഡില, മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു തുടങ്ങിയവ ഇവിടുത്തെ പ്രധാന ചുരങ്ങളാണ്. അപ്പോൾ കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന കൊടുമുടി എന്ന് പറയുന്നത് നംചപർവയാണ്. നംചപർവ. ഇനി ഇവിടുത്തെ പ്രധാന നദികൾ ഏതൊക്കെയാണ്? ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻസിരി. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോംഡില, മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു തുടങ്ങിയവ പ്രധാന ചുരങ്ങളാണ്. ഇവിടുത്തെ പ്രധാന ചുരങ്ങളാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് പൂർവാചൽ കുന്നുകളാണ്. പൂർവാചൽ കുന്നുകൾ ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതല് മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായാണ് കാണപ്പെടുന്നത്. അപ്പം ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം വടക്ക് തെക്ക് ദിശയില് അരുണാചൽ പ്രദേശ് മുതല് മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായാണ് കാണപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ കുന്നുകള് പൂർവാചൽ കുന്നുകൾ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക്
ഹിമാലയ പർവ്വതം വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായിട്ടാണ് കാണപ്പെടുന്നത്. ഈ സമുദ്രനിരപ്പിൽ നിന്ന് 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ കുന്നുകള് പൂർവാചൽ കുന്നുകൾ എന്നറിയപ്പെടുന്നു. പത്കായിഫം, നാഗ കുന്നുകള്, മീസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടവ. ഏതൊക്കെയാണ്? പത്കായിബം, നാഗ കുന്നുകള്, മീസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടവ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിൻ റാം എന്നീ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂർവാചൽ കുന്നുകളിലാണ് കേട്ടോ. ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായിട്ട് കാണപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ കുന്നുകള് പൂർവാചൽ കുന്നുകൾ എന്നറിയപ്പെടുന്നു. പത്കായിഫം, നാഗ കുന്നുകൾ, മീസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടവ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ചിറാപുഞ്ചി, മൗസിൻ റാം എന്നീ പ്രദേശങ്ങളും പൂർവാചൽ കുന്നുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്തയായിട്ട് നോക്കാൻ പോകുന്നത് കേബിൾ ലംജാവോ ചലിക്കുന്ന ദേശീയോദ്യാനം. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്താക്ക്, അതായത് മണിപ്പൂര്, കേബിൾ ലംജാവോ ദേശീയോദ്യാനം ലോക്താക്കിലാണ് കേബിൾ ലംജാവോ ദേശീയോദ്യാനം. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യ അവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് പുംഡി എന്നറിയപ്പെടുന്നത് കേട്ടോ. PUMDI. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്താക്കിലാണ് എന്താണ് കേബിൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അപ്പം തടാകത്തില് പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളെ അറിയപ്പെടുന്ന പേരെന്താണ്? പുംഡി എന്നറിയപ്പെടുന്നു കേട്ടോ. സസ്യങ്ങളും ചെറുജീവികളും പക്ഷികളും അടങ്ങുന്ന തനത് ആവാസ വ്യവസ്ഥയായ ലോക്താക് തടാകത്തിലെ പുംഡികൾ ചേർന്നാണ് കേബിൾ ലംജാവോ ദേശീയോദ്യാനം. തണ്ണീർത്തട സംരക്ഷണത്തിനുള്ള റാംസാർ പട്ടികയിൽ ഉൾപ്പെടുന്ന ഇടം കൂടിയാണ്. തണ്ണീർത്തട സംരക്ഷണത്തിനായിട്ടുള്ള റാംസാർ പട്ടികയിൽ ഉൾപ്പെടുന്ന ഇടം കൂടിയാണ് ഏത്? കേബിൾ ലംജാവോ ദേശീയോദ്യാനം. ഇനി അടുത്തത് കാലാവസ്ഥ. ഇന്ത്യയുടെ വടക്കൻ അതിരായ ഹിമാലയ പർവ്വതവും തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യ ഏഷ്യക്കുമിടയിൽ ഒരു കാലാവസ്ഥ വിഭാജകം തീർക്കുന്നു. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ അതത് പ്രദേശത്തിന്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും ശിവാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും. താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും ശിവാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും. എന്നാൽ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളില് കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയുമായിരിക്കും അനുഭവപ്പെടുന്നത്. ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും ധ്രുവ സമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. ഒന്നുകൂടെ പറയാം, ഇന്ത്യയുടെ വടക്കൻ അതിരായ ഹിമാലയ പർവ്വതവും തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യ ഏഷ്യക്കുമിടയിൽ ഒരു കാലാവസ്ഥാ വിഭാജകം, അതായത് ക്ലൈമറ്റിക് ഡിവൈഡ് തീർക്കുന്നു. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ അതാത് പ്രദേശത്തിന്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെടുന്നുണ്ട്. ഇനി താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും ശിവാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും. അവിടെ എന്താണ്? മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും. എന്നാൽ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളില് കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയുമായിരിക്കും അനുഭവപ്പെടുന്നത്. ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ എന്താണ്? കുറഞ്ഞ താപനിലയായിരിക്കും, ശൈത്യ കാലാവസ്ഥയുമായിരിക്കും അവിടെ അനുഭവപ്പെടുന്നത്. ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും ധ്രുവ സമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. ഇനി അടുത്തതായിട്ട് ശിവാലിക് മലനിരകളുടെ തെക്കൻ ചരിവുകളിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിലും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നു. ശിവാലിക് മലനിരകളുടെ തെക്കൻ ചരിവുകളിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിലും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നു. പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളില് മഞ്ഞുവീഴ്ച സാധാരണമാണ്. അപ്പം ശിവാലിക് മലനിരകളുടെ തെക്കൻ ചരിവുകളിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിലും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നു. പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളില് മഞ്ഞുവീഴ്ച സാധാരണമാണ്. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ അസം ഹിമാലയത്തിനും പൂർവാചൽ കുന്നുകൾക്കുമിടയിൽ എത്തുമ്പോൾ ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്ത് പെയ്തൊഴിയുന്നു. അതിനാല് വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് മേഘാലയ പീഠഭൂമിയില് ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. അപ്പൊ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകള് ആസാം ഹിമാലയത്തിനും പൂർവാചൽ കുന്നുകൾക്കും ഇടയിൽ എത്തുമ്പോൾ ഏറെക്കുറെ
മുഴുവൻ നീരാവി ഈ പ്രദേശത്ത് പെയ്തൊഴിയുന്നു. അതിനാല് വടക്ക് കിഴക്കൻ ഇന്ത്യയില് പ്രത്യേകിച്ച് മേഘാലയ പീഠഭൂമിയില് ഉയർന്ന തോതില് മഴ ലഭിക്കുന്നു. ഇനി അടുത്തയായിട്ട് വെള്ളച്ചാട്ടമാണ് കേട്ടോ. വെള്ളച്ചാട്ടം എന്താണ് വെള്ളച്ചാട്ടം എന്ന് നോക്കാം. നദിയുടെ ഒഴുക്കിനിടയില് ഉയരത്തിൽ നിന്നും നദീജലം കുത്തനെ താഴേക്ക് പതിക്കുന്നതാണ് വെള്ളച്ചാട്ടം. നദിയുടെ ഒഴുക്കിനിടയില് ഉയരത്തിൽ നിന്ന് നദീജലം കുത്തനെ താഴേക്ക് പതിക്കുന്നതാണ് വെള്ളച്ചാട്ടം. നദിയുടെ സഞ്ചാരപാതയിൽ ഉറപ്പ് കുറഞ്ഞ ശിലകൾ കൂടുതലായി അപരദന വിധേയമാകുന്നതാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടാൻ കാരണം. അപ്പം നദികളുടെ സഞ്ചാരപാതയില് ഉറപ്പ് കുറഞ്ഞ ശിലകൾ കൂടുതലായിട്ട് അപരദന വിധേയമാകുന്നതാണ് വെള്ളച്ചാട്ടങ്ങള് രൂപപ്പെടാൻ കാരണം. ഇനി എന്താണ് താഴ്വര വി രൂപ താഴ്വര? നദി ഒഴുകുമ്പോൾ വശങ്ങളിലെ അപരദനം മൂലം വീതി വർദ്ധിക്കുകയും നദീതടത്തിലെ അടിത്തട്ടിലെ അപരദനം മൂലം ആഴം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങളാല് ചരിഞ്ഞ വശങ്ങളോടുകൂടിയ താഴ്വരകൾ രൂപപ്പെടുന്നു. ഇവ ഇംഗ്ലീഷ് അക്ഷരമാലയില് വി അക്ഷരത്തിനോട് സാദൃശ്യമുള്ളതിനാല് വി രൂപ താഴ്വര എന്നറിയപ്പെടുന്നു. എന്താണ്? നദി ഒഴുകുമ്പോൾ വശങ്ങളിലെ അപരദനം മൂലം വീതി വർദ്ധിക്കുകയും നദീതടത്തിലെ അടിത്തട്ടിലെ അപരദനം മൂലം ആഴം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ നദി ഒഴുകുമ്പോൾ വശങ്ങളിലെ അപരദനം മൂലം എന്താണ്? വീതി വർദ്ധിക്കും. നദീതടത്തിലെ അടിത്തട്ടിലെ അപരദനം മൂലം ആഴം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങളാല് ചരിഞ്ഞ വശങ്ങളോടുകൂടിയ നദീ താഴ്വരകൾ രൂപപ്പെടുന്നു. ഇവ ഇംഗ്ലീഷ് അക്ഷരമാലയില് വി അക്ഷരത്തിനോട് സാദൃശ്യമുള്ളതിനാല് വി രൂപ താഴ്വര എന്നറിയപ്പെടുന്നു. ഇനി നദീ വ്യവസ്ഥയാണ് നോക്കാൻ പോകുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നതാണ് ഹിമാലയൻ നീരൊഴുക്കു വ്യൂഹം സൃഷ്ടിക്കുന്നത്. എന്താണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നാണ് ഹിമാലയൻ നീരൊഴുക്കു വ്യൂഹം സൃഷ്ടിക്കുന്നത്. മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാല് ഇവ വർഷം മുഴുവൻ നീരൊഴുക്കുള്ള നദികളാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നതാണ് ഹിമാലയൻ നീരൊഴുക്കു വ്യൂഹം സൃഷ്ടിക്കുന്നത്. മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ ഇവ വർഷം മുഴുവൻ നീരൊഴുക്കുള്ള നദികളാണ്. പർവ്വത പ്രദേശത്ത് അതിശക്തമായ നീരൊഴുക്കാണ് ഈ നദികൾക്കുള്ളത്. ഏത് നദികൾക്കാ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. പർവ്വത പ്രദേശങ്ങളില് അതിശക്തമായിട്ടുള്ള നീരൊഴുക്കാണ് ഈ നദികൾക്കുള്ളത്. സമതല പ്രദേശങ്ങളില് വെള്ളപ്പൊക്കവും ഗതി മാറി ഒഴുകലും സാധാരണമാണ്. ഈ നദികള് പർവ്വത പ്രദേശങ്ങളില് വി രൂപ താഴ്വരകള്, ഗിരികന്ധരങ്ങള്, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങള് സൃഷ്ടിക്കുന്നു. ഇനി അടുത്തതായിട്ട് മാനസ സരോവർ തടാകത്തിനടുത്ത് ബോഗാർജു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു നദിയും അതിന്റെ പോഷക നദികളുമാണ് വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത്. അപ്പം മാനസ സരോവർ തടാകത്തിനടുത്ത് ബോഗാർജു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു നദി. അപ്പൊ സിന്ധു നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? മാനസ സരോവർ തടാകത്തിനടുത്ത് ബോഗാർജു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു നദിയും ഇതിന്റെ പോഷക നദികളുമാണ് വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം. ഇനി ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാ നദിയും അതിന്റെ പോഷക നദികളായ യമുന, ഘാഗ്ര, ഗണ്ഡക്, കോസി തുടങ്ങിയവയുമാണ് ഉത്തരാഖണ്ഡ്, നേപ്പാൾ, ഹിമാലയത്തിലെ പ്രധാന നദികൾ എന്ന് പറയുന്നത്. ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാ നദിയും അതിന്റെ പോഷക നദികളായ യമുന, ഘാഗ്ര, ഗണ്ഡക്, കോസി തുടങ്ങിയവയുമാണ് ഉത്തരാഖണ്ഡ്, നേപ്പാൾ, ഹിമാലയത്തിലെ പ്രധാന നദികൾ എന്ന് പറയുന്നത്. ഇനി മാനസ സരോവർ തടാകത്തിനടുത്ത് ചെമായുങ്തുങ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്രയും അതിന്റെ പോഷക നദികളായ ദിബാങ്, ലോഹിത്, മാനസ് മുതലായവയുമാണ് കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹം. അപ്പൊ മാനസ സരോവർ തടാകത്തിനടുത്ത് ബോഗാർജു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് സിന്ധു. സിന്ധു നദി അതിന്റെ പോഷക നദികളുമാണ് വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം. ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാ നദിയും അതിന്റെ പോഷക നദികളായിട്ടുള്ള യമുന, ഘാഗ്ര, ഗണ്ഡക്, കോസി തുടങ്ങിയവയാണ് ഉത്തരാഖണ്ഡ്, നേപ്പാൾ, ഹിമാലയത്തിലെ പ്രധാന നദികൾ എന്ന് പറയുന്നത്. മാനസ സരോവർ തടാകത്തിനടുത്ത് ചെമായുങ്തുങ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്രയും അതിന്റെ പോഷക നദികളായിട്ടുള്ള ദിബാങ്, ലോഹിത്, മാനസ് തുടങ്ങിയവയാണ് കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹം എന്ന് പറയുന്നത്. മാനസ സരോവർ തടാകത്തിനടുത്ത് ബോഗാർജു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്?
മാനസ സരോവർ തടാകത്തിനടുത്ത് ബോഗാർച്ചു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു നദി ഇതിന്റെ പോഷക നദികളുമാണ്. വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത്. വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത് ഏതാണ്? മാനസ സരോവർ തടാകത്തിനടുത്ത് ബോഗാർച്ചു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു നദിയും അതിന്റെ പോഷക നദിയും. ഇനി ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാ നദിയും അതിന്റെ പോഷക നദികളായിട്ടുള്ള യമുന, ഘാഗ്ര, ഗണ്ഡക്, കോസി തുടങ്ങിയവയാണ് ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികൾ എന്ന് പറയുന്നത്. അപ്പൊ ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികൾ ഏതൊക്കെയാണ്? അത് ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാ നദി, അതിന്റെ പോഷക നദികളായിട്ടുള്ള യമുന, ഘാഗ്ര, ഗണ്ഡക്, കോസി തുടങ്ങിയവ. ഇനി മാനസ സരോവർ തടാകത്തിനടുത്ത് ചെമായുങ്തും ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്രയും അതിന്റെ പോഷക നദികളായിട്ടുള്ള ദിബാങ്, ലോഹിത്, മാനസ് തുടങ്ങിയവയാണ് കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹം എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് മണ്ണിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായിട്ട് പർവ്വത മണ്ണും വനമണ്ണുമാണ് കാണപ്പെടുന്നത്. ഇപ്പം ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായിട്ട് പർവ്വത മണ്ണും വനമണ്ണുമാണ് കാണപ്പെടുന്നത്. പർവ്വത പരിസ്ഥിതി അനുസരിച്ച് മണ്ണിന്റെ ഘടനയിലും തരി വലുപ്പത്തിലും വ്യത്യാസം ഉണ്ടാകുന്നു. താഴ്വാരങ്ങളിൽ നേർത്ത തരികളോട് കൂടിയതും ജൈവാംശം കൂടുതൽ ഉള്ളതുമായിട്ടുള്ള മണ്ണാണ് കാണപ്പെടുന്നത്. താഴ്വാരങ്ങളില് നേർത്ത തരികളോട് കൂടിയതും ജൈവാംശം കൂടുതൽ ഉള്ളതുമായ മണ്ണാണ് കാണപ്പെടുന്നത്. ഉയർന്ന ചരിവുകളില് വലിയ തരികളോട് കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണായിരിക്കും കാണപ്പെടാൻ സാധിക്കുക. അപ്പൊ താഴ്വാരങ്ങളില് നേർത്ത തരികളോട് കൂടിയതും ജൈവാംശം കൂടുതൽ ഉള്ളതുമായ മണ്ണാണ് കാണപ്പെടുന്നത്. ഇനി ഉയർന്ന ചരിവുകളില് വലിയ തരികളോട് കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണായിരിക്കും കാണാൻ സാധിക്കുക. ഇനി താഴ്വരകളില് എക്കൽ മണ്ണിന്റെ നിക്ഷേപമാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. താഴ്വരകളില് എക്കൽ മണ്ണിന്റെ നിക്ഷേപമാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ്. എന്താണ്? കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ്. നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണിത്. കരേവാസ് മണ്ണ് എങ്ങനെയാണ്? നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണ്. ഇവ ഏത് കൃഷിക്കാണ് അനുയോജ്യം? കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കരേവാസ് മണ്ണാണ് കേട്ടോ. കരേവാസ്. ഇനി സസ്യജാലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഉയരം, ഭൂപ്രകൃതി, മണ്ണിനം, കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളിലെ വ്യത്യാസം ഹിമാലയ നിരകളിലെ സസ്യജാലങ്ങളിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പൊ ഉയരം, ഭൂപ്രകൃതി, മണ്ണിനം, കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളിലെ വ്യത്യാസം ഹിമാലയ നിരകളിലെ സസ്യജാലങ്ങളിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു. കിഴക്കൻ ഹിമാലയത്തിനും വടക്കു കിഴക്കൻ കുന്നുകളിലും ശരാശരി വാർഷിക മഴ 200 സെന്റിമീറ്ററിന് മുകളിലായി ലഭിക്കുന്നതിനാല് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നു. അപ്പം കിഴക്കൻ ഹിമാലയത്തിനും വടക്കു കിഴക്കൻ കുന്നുകളിലും ശരാശരി വാർഷിക മഴ 200 സെന്റിമീറ്ററിന് മുകളിലായി ലഭിക്കുന്നതിനാല് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നതിനാല് ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളിലും അനുസൃതമായ മാറ്റം ദൃശ്യമാണ്. എന്താണ്? ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നതിനാല് ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളിലും അനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ദൃശ്യമാണ്. ഇനി ഉയരത്തിനനുസരിച്ച് നിത്യഹരിത വനങ്ങൾ മുതൽ ശൈത്യമേഖല സസ്യജാലങ്ങളായിട്ടുള്ള തുന്ദ്ര വരെയുള്ള സസ്യജാലങ്ങളുടെ തുടർച്ച ഇവിടെ കാണാം. അപ്പൊ നമ്മള് ഹിമാലയ നിരകളിലെ സസ്യജാലങ്ങളുടെ പ്രത്യേകതകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഉയരം, ഭൂപ്രകൃതി, മണ്ണിനം, കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളിലെ വ്യത്യാസം ഹിമാലയ നിരകളിലെ സസ്യജാലങ്ങളില് പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു. കിഴക്കൻ ഹിമാലയത്തിലും വടക്കു കിഴക്കൻ കുന്നുകളിലും ശരാശരി വാർഷിക മഴ 200 സെന്റിമീറ്ററിന് മുകളിലായി ലഭിക്കുന്നതിനാല് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഇനി ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നതിനാല് ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളിലും അനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ദൃശ്യമാകുന്നുണ്ട്.
ഉയരത്തിനനുസരിച്ച് നിത്യഹരിത വനങ്ങൾ മുതൽ ശൈത്യമേഖല സസ്യജാലങ്ങളായിട്ടുള്ള തുന്ദ്ര വരെയുള്ള സസ്യജാലങ്ങളുടെ തുടർച്ചയാണ് ഇവിടെ ഹിമാലയൻ നിരകളിൽ കാണപ്പെടുന്നത്. താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും അർദ്ധ നിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും കാണപ്പെടുന്നു. 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ ആർദ്ര മിതോഷ്ണ വനങ്ങൾ കാണപ്പെടുന്നു. പൈൻ, ദേവദാരു തുടങ്ങിയ സ്തൂപിക അഗ്ര വൃക്ഷങ്ങള് പർവ്വത ചെരുവുകളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. അപ്പോഴ് ഏതൊക്കെയാണ്? പൈൻ, ദേവദാരു തുടങ്ങിയ സ്തൂപിക അഗ്രവൃക്ഷങ്ങള് പർവ്വത ചെരുവുകളില് കൂടുതലായിട്ട് വളരുന്നു. പ്രദേശത്തിന്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഉയരം കുറഞ്ഞ സസ്യങ്ങളായിട്ടുള്ള ജൂനിപ്പർ, റോഡോഡെൻഡ്രോൺ എന്നിവയും ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളില് ആൽപൈൻ പുൽമേടുകളും കാണാം. അപ്പൊ ഇവിടെ എന്താണ്? പൈന്, ദേവദാരു തുടങ്ങിയ സ്തൂപിക അഗ്രവൃക്ഷങ്ങള് ഈ പർവ്വത ചെരുവുകളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. പ്രദേശത്തിന്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഉയരം കുറഞ്ഞ സസ്യങ്ങളായിട്ടുള്ള ജൂനിപ്പർ, റോഡോഡെൻഡ്രോൺ എന്നിവയും ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ആൽപൈൻ പുൽമേടുകളും കാണപ്പെടുന്നു. ഇനി അവിടുത്തെ വന്യജീവി സമ്പത്തിനെ കുറിച്ചാണ് പറയുന്നത്. സ്വാഭാവിക വനഭൂമി ധാരാളമുള്ള ഹിമാലയൻ പർവ്വത പ്രദേശം വന്യജീവി സമ്പന്നവുമാണ്. യാക്ക്, കസ്തൂരിമാൻ, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, ഹിമപ്പുലി തുടങ്ങി നിരവധി ജീവിവർഗങ്ങളുടെ തനത് ആവാസ കേന്ദ്രമാണിത്. അപ്പം യാക്ക്, കസ്തൂരിമാൻ, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, ഹിമപ്പുലി തുടങ്ങി നിരവധി ജീവിവർഗങ്ങളുടെ തനത് ആവാസ കേന്ദ്രമാണ് ഹിമാലയൻ നിരകള്. ജൈവമണ്ഡല റിസർവുകൾ, അതായത് ബയോസ്ഫിയർ റിസർവ്, ദേശീയോദ്യാനങ്ങൾ, നാഷണൽ പാർക്ക്, വന്യജീവി സങ്കേതങ്ങൾ, വൈൽഡ് ലൈഫ് സാങ്ച്വറി തുടങ്ങിയവയെല്ലാം വന്യജീവി സമ്പത്തിന്റെ സംരക്ഷണമാണ് ലക്ഷ്യം വെക്കുന്നത്. അപ്പം വന്യജീവി സമ്പത്തിന്റെ സംരക്ഷണം ലക്ഷ്യം വെക്കുന്ന ഏതൊക്കെയാണ്? ജൈവമണ്ഡല റിസർവുകള്, ദേശീയോദ്യാനങ്ങള്, വന്യജീവി സങ്കേതങ്ങള്. ഇനി പ്രധാന ദേശീയോദ്യാനങ്ങളാണ് നോക്കുന്നത്. പടിഞ്ഞാറൻ ഹിമാലയത്തിലും കിഴക്കൻ ഹിമാലയത്തിലെ. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഡെച്ചിങ്ഹാം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീര്. ഹേമിസ് എവിടെയാണ്? ലഡാക്ക്. ഹേമിസ് ലഡാക്ക്. പൂക്കളുടെ താഴ്വര എവിടെയാണ്? പൂക്കളുടെ താഴ്വര എവിടെയാണ്? ഉത്തരാഖണ്ഡ്. ഇനി കോർബറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതും ഉത്തരാഖണ്ഡ്. രാജാജി ദേശീയോദ്യാനം ഉത്തരാഖണ്ഡ്. ഇത്രയാണ് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ ദേശീയോദ്യാനം. ഏതൊക്കെയാണ്? ഡെച്ചിങ്ഹാം ജമ്മു കാശ്മീർ, ഹെമിസ് ലഡാക്ക്, പൂക്കളുടെ താഴ്വര ഉത്തരാഖണ്ഡ്, കോർബറ്റ് ഉത്തരാഖണ്ഡ്, രാജാജി ദേശീയോദ്യാനം ഉത്തരാഖണ്ഡ്. ഇനി അടുത്തത് കിഴക്കൻ ഹിമാലയത്തിലെ ദേശീയോദ്യാനമാണ് കാഞ്ചൻജംഗ, സിക്കിമിൽ സ്ഥിതി ചെയ്യുന്നു. കാഞ്ചൻജംഗ ഏത് സംസ്ഥാനത്തിലാണ്? സിക്കിം. ദിബ്രു സൈക്കോവ എവിടെയാണ്? അസമിലാണ്. ദിബ്രു സൈക്കോവ അസമിലാണ്. കാസിരംഗ അസം. മാനസ് അസമിൽ സ്ഥിതി ചെയ്യുന്നു. കേബിൾ ലഞ്ചാവോ എവിടെയാണ്? കേബിൾ ലഞ്ചാവോ അത് മണിപ്പൂരിലാണ്. കേബിൾ ലഞ്ചാവോ മണിപ്പൂര്. ഇത്രയാണ് കിഴക്കൻ ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന ദേശീയോദ്യാനങ്ങൾ. ഇനി നോക്കാൻ പോകുന്നത് കൃഷിയെ കുറിച്ചാണ്. ഭൂപരമായ പരിമിതികൾ കാരണം പർവ്വത പ്രദേശങ്ങളില് കൃഷി താരതമ്യേന കുറവാണ്. ഉയരം, ചെങ്കുത്തായ ചരിവ്, പാകമാകാത്ത മണ്ണ്, കുറഞ്ഞ താപനില തുടങ്ങിയവയാണ് പ്രതികൂല ഘടകങ്ങൾ. എന്നിരുന്നാലും ഈ പ്രദേശത്തെ ജനങ്ങള് വിവിധ ഉപജീവന കൃഷികളിൽ ഏർപ്പെടുന്നു. പർവ്വത ചെരുവുകളില് തട്ടുതട്ടുകളായി തിരിച്ച് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യുന്നു. നെല്ല്, പയറുവർഗ്ഗങ്ങൾ, ഉരുളൻകിഴങ്ങ് എന്നിവ മഴക്കാലത്ത്. നെല്ല്, പയറുവർഗ്ഗങ്ങൾ, ഉരുളൻകിഴങ്ങ് എന്നിവ മഴക്കാലത്തും ഗോതമ്പ്, മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്തും കൃഷി ചെയ്യുന്നു. കിഴക്കൻ ഹിമാലയത്തിന്റെ പർവ്വത ചെരുവുകളിലും താഴ്വാരങ്ങളിലും പ്രത്യേകിച്ച് അസം, ഡാർജിലിംഗ് മേഖലകളില് തേയിലകൃഷിയാണ് കൂടുതലായി ഉള്ളത്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്ര ജനത സ്ഥാനമാറ്റ കൃഷി അഥവാ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ പോലെയുള്ള പരമ്പരാഗത കൃഷിരീതികൾ പിന്തുടരുന്നവരാണ്. ഭൂപരമായ പരിമിതികൾ കാരണം പർവ്വത പ്രദേശങ്ങളില് കൃഷി താരതമ്യേന കുറവാണ്. ഉയരം, ചെങ്കുത്തായ ചരിവ്, പാകമാകാത്ത മണ്ണ്, കുറഞ്ഞ താപനില തുടങ്ങിയവയാണ് പ്രതികൂല ഘടകങ്ങൾ. എന്നിരുന്നാലും ഈ പ്രദേശത്തെ ജനങ്ങള് വിവിധ ഉപജീവന കൃഷികളിൽ ഏർപ്പെടുന്നു. പർവ്വത ചെരുവുകൾ തട്ടുതട്ടുകളായി തിരിച്ച് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യുന്നു. നെല്ല്, പയറുവർഗ്ഗങ്ങൾ, ഉരുളൻകിഴങ്ങ് എന്നിവ മഴക്കാലത്തും
ഗോതമ്പ്, മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്തും കൃഷി ചെയ്യുന്നു. കിഴക്കൻ ഹിമാലയത്തിന്റെ പർവ്വത ചെരുവുകളിലും താഴ്വാരങ്ങളിലും പ്രത്യേകിച്ച് ആസാം, ഡാർജിലിംഗ് മേഖലകളില് തേയിലകൃഷിയാണ് കൂടുതലായിട്ടുള്ളത്. ഇപ്പോഴ് വടക്ക് കിഴക്കൻ ഇന്ത്യയില് കുന്നുകളില് തദ്ദേശീയമായ ഗോത്ര ജനത സ്ഥാനമാറ്റ കൃഷി അഥവാ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ പോലെയുള്ള പരമ്പരാഗത കൃഷിരീതികൾ പിന്തുടരുന്നവരാണ്. അടുത്തതായിട്ട് മൃഗപരിപാലനമാണ് കേട്ടോ. മൃഗപരിപാലനം ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഒരു പ്രധാന ജീവിത മാർഗമാണ് മൃഗപരിപാലനം. പ്രദേശത്തിന്റെ ഉയരക്രമം അനുസരിച്ച് കാലാവസ്ഥയിൽ മാറ്റം വരുന്നതിനാല് വളർത്തു മൃഗങ്ങളുടെ ഇനത്തിലും മാറ്റം വരുന്നു. താഴ്വരകളില് ആട്, പശു തുടങ്ങിയ മൃഗങ്ങളും ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളില് ചെമ്മരിയാട്, കുതിര തുടങ്ങിയവയും ശൈത്യ മേഖലയായ ഹിമാചൽ, ലഡാക്ക് ഭാഗങ്ങളില് തണുപ്പിനെ അതിജീവിക്കാൻ ശേഷിയുള്ള യാക്ക് പോലെയുള്ള മൃഗങ്ങളെയും വളർത്തുന്നു. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗമാണ് ഗുജ്ജർ. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളില് മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗമാണ് ഗുജ്ജർ. ഇനി അവിടുത്തെ ടൂറിസം ആണ് നോക്കുന്നത്. ടൂറിസം ഭൂപ്രകൃതി സവിശേഷതകൾ അനുകൂലമായതിനാൽ ഹിമാലയ പ്രദേശങ്ങൾ വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതയുള്ള ഒരു വരുമാനദായക മേഖലയായി മാറിയിട്ടുണ്ട്. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട യാത്രകളാണ് ഈ മേഖലയിലെ ടൂറിസം വികസനത്തിന് തുടക്കമിട്ടത്. അപ്പൊ എന്താണ്? തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട യാത്രകളാണ് ഈ മേഖലയിലെ ടൂറിസം വികസനത്തിന് തുടക്കമിട്ടത്. ഏതൊക്കെയാ അവിടെയുള്ള ടൂറിസം മേഖലകള്? കൈലാസം, മാനസ സരോവരം, അമർനാഥ്, ഹേമകുണ്ട്. ഏതൊക്കെയാ? കൈലാസം, മാനസ സരോവരം, അമർനാഥ്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങി നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങള് ഹിമാലയ പർവ്വത ഭാഗങ്ങളിലുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടങ്ങളിലേക്ക് സഞ്ചാരികൾ എത്തിയിരുന്നു. അപ്പൊ അവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കൈലാസം, മാനസ സരോവരം, അമർനാഥ്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങിയ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്താണ്? ഹിമാലയ പർവ്വത ഭാഗങ്ങളിൽ കാണപ്പെടുന്നു. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ അനുകൂല കാലാവസ്ഥ തിരിച്ചറിഞ്ഞ് ഇവിടങ്ങളില് സുഖവാസ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചതോടെയാണ് ടൂറിസം വികസനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത്. ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോറ, റാണിക്കേറ്റ്, മുസോറി, നൈനിറ്റാൾ തുടങ്ങിയ റിസോർട്ട് പട്ടണങ്ങള് ഇന്നും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. അപ്പം അവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോറ, റാണിക്കേറ്റ്, മുസോറി, നൈനിത്താൾ. ഇനി 1953 മെയ് 29-ന് ഷെർപ്പ ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിനു ശേഷമാണ് ടൂറിസം വികസനത്തിന്റെ മൂന്നാം ഘട്ടമായ ആധുനിക ടൂറിസം സാധ്യതകള് ഹിമാലയ പ്രദേശത്ത് വികസിച്ചത്. അപ്പം എന്നാണ് 1953 മെയ് 29 1953 മെയ് 29-ന് ഷെർപ്പ ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിനു ശേഷമാണ് ടൂറിസം വികസനത്തിന്റെ മൂന്നാം ഘട്ടമായ ആധുനിക ടൂറിസം സാധ്യതകള് ഹിമാലയ പ്രദേശത്ത് വികസിച്ചത്. ഇന്ന് പർവ്വത ആരോഹണം, പാരാഗ്ലൈഡിങ്, സ്കീയിങ് തുടങ്ങിയ സാഹസിക വിനോദസഞ്ചാര മേഖലയും ഏറെ വികസിച്ചിട്ടുണ്ട്. ഇനി പർവ്വതങ്ങള് പ്രതിബന്ധങ്ങളല്ല, മറിച്ച് പുറം ലോകത്തിലേക്കുള്ള കവാടങ്ങളാണ് എന്ന് പറഞ്ഞത് ആരാണ്? അത് ടെൻസിംഗ് നോർഗയാണ് കേട്ടോ. പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല, മറിച്ച് പുറം ലോകത്തിലേക്കുള്ള കവാടങ്ങളാണ് എന്ന് പറഞ്ഞത് ടെൻസിംഗ് നോർഗയാണ്. അങ്ങനെ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്.